ഹലോ, വെൽക്കം ടു മൈ ചാനൽ ദ ബ്യൂട്ടി ബീസ്റ്റ്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് നമ്മളെ പെണ്ണുങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം ഇന്നേഴ്സൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്തുണ്ടാവും എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് കേട്ടോ. കറക്റ്റ് സൈസ് ഏതാ, കപ്പ് സൈസ് ഏതാ, ആകെ കൺഫ്യൂസ്ഡ് ആവും കേട്ടോ. അപ്പം അങ്ങനെ എന്നെ പോലെയുള്ളവർക്ക് വേണ്ടി ഒരു പരിഹാരമാണ്. ഇപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈസി ആയിട്ട് നമ്മുടെ ബ്രാ മെഷർമെൻറ്റ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, കറക്റ്റ് സൈസ് എങ്ങനെ കണ്ടുപിടിക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് നിങ്ങളുടെ ഇന്നേഴ്സ് ഉള്ളതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നാളെ നിങ്ങൾ യൂസ് ചെയ്ത് പെർഫെക്റ്റ് ഫിറ്റ് അല്ല എന്നാണ് കേട്ടോ അതിനർത്ഥം. അപ്പം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇന്നേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ചില സമയം നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ഇടുമ്പം നമുക്കൊരു എന്താ പറയുക കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടാവും. എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമാണ്. അപ്പം നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസ് നമ്മുടെ സൈസ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു മെഷറിങ് ടേപ്പാണ് കേട്ടോ വേണ്ടത്. ഒരു 30 റുപ്പീസൊക്കെ എന്ന് വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇഞ്ചസിലാണ് കേട്ടോ ഞാൻ അത് ചെയ്യാൻ പോണത്. ഈ സൈഡിൽ ഇഞ്ചസും ഉണ്ട്, സെൻറ്റിമീറ്ററും ഉണ്ട്. ഇഞ്ചസാണ് കുറച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പം പിന്നെ അതേപോലെ തന്നെ നമ്മൾ മെഷർ ചെയ്യുമ്പം നമ്മളൊരു ഇതേപോലത്തെ ഒരു ക്ലോത്ത്, ലൈറ്റായിട്ടുള്ള ഒരു ക്ലോത്ത് ഇടുക കേട്ടോ. പിന്നെ ഇന്നേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ പാഡ് ഇല്ലാത്ത ഇന്നേഴ്സ് ഇടുന്നതായിരിക്കും കറക്റ്റ്. അല്ലെങ്കിൽ പാഡഡ് ആകുമ്പോൾ നമുക്കത് സൈസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഒരു പേപ്പറിൽ നമുക്കത് നോട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, വെരി സിമ്പിൾ ഇത് പല രീതിയിൽ കണ്ടുപിടിക്കാം കേട്ടോ. പക്ഷെ ഞാനിത് സിമ്പിളായിട്ടുള്ളത്, നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആവും കേട്ടോ. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ പല കാൽക്കുലേഷൻസ് ആയിരിക്കും. എനിക്ക് മാത്സ് അല്ലെങ്കിൽ വീക്കാണ് ഞാൻ. അപ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാൽക്കുലേഷനാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നും ഇരിക്കരുത് കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. ആദ്യം നമുക്ക് ബാൻഡ്, അതായത് ഈ ഒരു ലോവർ ഏരിയ ഉണ്ടല്ലോ ഇവിടെ, അവിടെയാണ്, അതായത് റിബ് കേജ് എന്നൊക്കെ പറയില്ലേ, അത് ഈ ബാൻഡാണ് മെഷർ. ഇതാണ് കേട്ടോ ബാൻഡ് എന്ന് പറയുന്നത്. മെഷർ ചെയ്യുമ്പം നല്ല ടൈറ്റ് ആവരുത്, നല്ല ലൂസ് ആവരുത് കേട്ടോ. കാരണം ഒരു വിരലിങ്ങനെ ഉള്ളിലിട്ട് നോക്കുക ഈ ടേപ്പിൻ്റെ. അപ്പോൾ അത് ഒരു വിരലിങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ കുഴപ്പം, പക്ഷെ നല്ല ലൂസ് ആവാനും പാടില്ല, നല്ല ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ ആദ്യം ബാൻഡ് സൈസാണ് കേട്ടോ ഈ റിബ് കേജിൻ്റെ ഇവിടെ. ഇത് കറക്റ്റ് ആ ഒരു വളവ് തിരിവൊന്നുണ്ടാവരുത് കേട്ടോ. ഇങ്ങനെ തന്നെ ഫിറ്റായിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ സൈസ് മാറി ഒരു ഇഞ്ച് മാറിപ്പോയാൽ നല്ലോണം ഡിഫറൻസ് വരും കേട്ടോ. അപ്പോൾ ബാൻഡ് സൈസ് ഇങ്ങനെയാണ്. അപ്പം ഇത് എനിക്ക് 32 കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാൻഡ് സൈസ്. ഇനി നമുക്ക് ബസ്റ്റ് സൈസാണ് കണ്ടുപിടിക്കേണ്ടത്. ബസ്റ്റ് സൈസും ഞാൻ പറഞ്ഞ പോലെ ടേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോരുത് കേട്ടോ. അത് എനിക്ക് അതുപോലെ അത് നല്ല ടൈറ്റ് ആവണ്ട, നല്ല ലൂസും ആവണ്ട. എനിക്ക് 37 ആണ് ബസ്റ്റ് സൈസ് കിട്ടിയത്. ഈ ബാൻഡ് സൈസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അത് കറക്റ്റ് ആയിരിക്കണം. അത് വെച്ചിട്ടാണ് ബ്രാ സൈസ് നമുക്ക് പെർഫെക്റ്റ് ഫിറ്റ് കിട്ടുന്നത്. അപ്പം അത് ഓഡ് നമ്പർ ആണെങ്കിൽ, അതായത് ഇപ്പോൾ ബാൻഡ് സൈസ് ഫോർ എക്സാമ്പിൾ 31, താഴത്തെ മെഷർമെൻറ്റ് 31 ആണെങ്കിൽ അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്യാം. അപ്പോൾ 36 ആയി. അപ്പോൾ അതാണ് നമ്മുടെ ബാൻഡ് സൈസ്. 32 ആണെങ്കിൽ 4 കൂട്ടം. ഓഡ് നമ്പർ ഈവൻ നമ്പർ പറയണത് അതാണ് കേട്ടോ. അപ്പോൾ ഓഡ് നമ്പർ ഒരു 31 കിട്ടുകയാണെങ്കിൽ 5 അതിനോട് കൂട്ടുക, അതായത് 31 + 5 36. ഇപ്പോൾ 32, അതായത് ഈവൻ നമ്പർ ആണെങ്കിൽ 4 കൂട്ടാം, 36. ഇപ്പോൾ 31 ആണെങ്കിൽ 5 കൂട്ടാം, 32 ആണെങ്കിൽ 4 ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ബാൻഡ് സൈസ് എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ ഞാൻ 4 ആഡ് ചെയ്ത് 36. അതാണ് എൻ്റെ ബാൻഡ് സൈസ്. ബസ്റ്റ് സൈസ് 38. ഓക്കെ, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ എൻ്റേത് ബാൻഡ് സൈസ് 32 ഇഞ്ച്, ബസ്റ്റ് സൈസ് 38, അപ്പം 36 വരും കേട്ടോ. അപ്പോൾ കപ്പ് സൈസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ കണ്ടോ, എ എന്ന് പറയുമ്പോൾ 1 ആണ്, ബി എന്ന് പറയുമ്പോൾ 2, സി എന്ന് പറയുമ്പോൾ 3, അങ്ങനെ. അപ്പം എനിക്ക് കിട്ടിയത് 2 അല്ലേ, മൈനസ് ചെയ്തിട്ട് 38 - 36, ബസ്റ്റ് മൈനസ് ബാൻഡ് 2 കിട്ടി. അപ്പോൾ എൻ്റെ ഫിറ്റ് എന്ന് വെച്ചാൽ 36B. അതാണ് പെർഫെക്റ്റ് ഫിറ്റ് വരുന്നത്. അപ്പം എൻ്റെത് 36B ആണ് വരുന്നത് കേട്ടോ. ഞാൻ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനി ഇടാം കേട്ടോ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ.